ഒന്ന് വേഗം വിടോ. അടങ്ങിയിരിക്കാൻ നീ എത്ര ബഹളം വെച്ചിട്ട് കാര്യമില്ല. പോലീസിനെക്കാട്ടി വലിയ ഭീകരനാ മോളെ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. നിന്നെ കൃത്യമായി അവര് പറയുന്നിടത്ത് എത്തിച്ചില്ലെങ്കിൽ ഞങ്ങളുടെ തലയാ പോകുന്നേ. അന്ന് മോള് ചാടിപ്പോയതിനു ശേഷം ഞങ്ങൾ ഒളിവിലായിരുന്നു. മോളില്ലാതെ അവർക്ക് മുമ്പിൽ ചെന്നോ ആ നിമിഷം അവർ ഞങ്ങളെ കൊല്ലും. അതുകൊണ്ട് അന്വേഷിച്ചലയായിരുന്നു ഞങ്ങള്. ഇനി കുറച്ച് സമയം, അതിനുള്ളിൽ നമ്മൾ അവിടെ എത്തണം. നീ ഇവിടെ ഇരിക്കും, ഞാൻ പോയി നോക്കിട്ട് വരാം. മിണ്ടാതിരിക്കും. ആരാ ഇവിടെ ഉള്ളവര്? ഇവിടെ ആരുമില്ല, അമ്പലത്തിൽ പോയിരിക്കും. ഏതമ്പലത്തിൽ? അറിയില്ല, ദൂരെ എവിടെയാ. ഡൽഹിക്ക് അടുത്താണെന്ന് തോന്നുന്നു. കുറച്ചു ദിവസം കഴിഞ്ഞേ വരൂ. എന്തായി? അവരിവിടെ ഇല്ല, ഏതോ അമ്പലത്തിൽ പോയിരിക്കാം. കുറച്ചു ദിവസം കഴിഞ്ഞേ വരൂ. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഒരു പിടിയും കിട്ടുന്നില്ല. ആ വൈറ്റ് കളർ കാർ നിർത്തിക്കേ. പോലീസ്! നീ നോക്കിക്കാതെ വണ്ടി എടുക്കും.
വരുന്നുണ്ടോ നോക്ക്. നിക്ക് മോളെ, അവിടെ നിക്ക്. മോളെ മാമട്ടി മോളെ മോളിത് എവിടെയായിരുന്നു? എന്നെ തട്ടിക്കൊണ്ടു പോയതാ. ആര്? ദേ അവര്. അങ്കിള് കൊണ്ടുപോവാം. ആ മീൻകാര് ദുഷ്ടയാ, അവരാ എന്നെ കൊണ്ടുപോയത്. അവര് മോളെ ഉപദ്രവിച്ചോ? ഇല്ല, പക്ഷെ അവരെന്നൊരു വലിയ വീട്ടില് കൊണ്ടു കൊടുക്കാൻ പോയി. അവരവിടെ ഇല്ലാത്തോണ്ട് തിരിച്ചു വന്നപ്പോഴാ പോലീസിനെ കണ്ടത്. അപ്പൊ അവര് പേടിച്ച് അങ്കിളുടെ ഹോസ്പിറ്റലില് വണ്ടി ഓട്ടിച്ച് കയറ്റി. ഞാൻ ഇന്നലെ രാത്രി ഉറങ്ങാതിരുന്ന് ദൈവത്തിനോട് പ്രാർത്ഥിച്ചു അങ്കിളിനെ ഒന്ന് കാണാൻ വേണ്ടി. ദൈവം അത് കേട്ടു, അല്ലെങ്കിൽ ആ പോലീസുകാരവിടെ നിൽക്കില്ലായിരുന്നു. എന്നെ അവര് ദൂരെ എവിടെയോ കൊണ്ടുപോകുന്നു പറഞ്ഞു. എന്നെ കൊല്ലാനാണോ അങ്കിളെ? നമുക്ക് അവരെ കൊന്നാലോ? നമുക്കാരെയും കൊല്ലണ്ട മോളെ. നമുക്കവരെ പോലീസ് ആന്റിയെ കൊണ്ട് പിടിപ്പിച്ച് ജയിലിലടയ്ക്കാം. എന്നിട്ട് കൊടും വെയിലത്തിരുത്തി ചോറ് കൊടുത്തിട്ട് ഇരുട്ടത്തിരുത്തി ഭൂതത്തെ തുറന്നുവിടാം. അപ്പൊ ആ ഭൂതം അവരെ കൊന്നോളും. പോരെ? അത് ഗുഡ് ഐഡിയ അങ്കിളെ. അങ്കിൾ എനിക്കൊരു ബിരിയാണി വാങ്ങിച്ചു തരുമോ? തരാലോ. ഹലോ മോനെ, ഞാൻ സാന്ദ്രയുടെ അമ്മയാ. എന്താ അമ്മേ? സാന്ദ്ര ഒന്നും കഴിക്കാതെ ആകെ അവശതയില്ല. മോനൊന്ന് വന്നെങ്കിൽ. ഞാൻ വരാം അമ്മേ, ഇപ്പൊ തന്നെ വരാം. ശരി മോനെ. വാ. മോളെ, ഈ വെള്ളമെങ്കിലും ഒന്ന് കുടിക്ക്. എനിക്ക് വേണ്ട. ആ മാമാട്ടിക്ക് വേണ്ടി കഞ്ഞി പോലും കുടിക്കാതെ അസുഖം വരുത്തി വെച്ചതല്ലേ. ഇന്നത്തെ കാലത്ത് നേരാൻ വണ്ണം ട്രീറ്റ്മെന്റ് കൊടുത്തില്ലെങ്കിൽ അസുഖം കയറിയങ്ങ് വഷളാവും. ഞാൻ ആ ഡോക്ടർ സഞ്ജയോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. എടുത്ത് എന്തിനാ അയാളെ വിളിച്ചത്? ഇവിടെ വേറെ ഡോക്ടർമാരൊന്നും ഇല്ലേ? അയാളുമായി ഉണ്ടായിരുന്ന ബന്ധം ഒരു വിധമല്ലേ ഒന്ന് അവസാനിപ്പിച്ചത്? വീണ്ടും നമ്മളായിട്ട് അവസരം ഉണ്ടാക്കി കൊടുക്കണോ? അയാള് മേനോൻ സാറിന്റെ മകളെയും കെട്ടി ജീവിക്കട്ടെ. പാർവതി, ഒരാൾക്ക് വയ്യാതെ കിടക്കുമ്പോഴല്ല ഉനിഷ്ടം കുശുമ്പും ഒക്കെ. അവര് തമ്മിൽ കാണാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കല്ല ഞാൻ. നമ്മളെ അറിയുന്ന ഡോക്ടർ എന്നുള്ള നിലയിൽ വിളിച്ചതാ ഞാൻ. വിളിച്ച് ഫോൺ താഴെ വെക്കുന്നതിന് മുമ്പ് പറന്നിങ്ങി വന്നല്ലോ. ഹാ, എങ്ങനാ വരാതിരിക്ക? ഊരിക്കൊടുത്തെങ്കിലും ഒരു പ്രാവശ്യം മോതിരിട്ട ആളല്ലേ. ഒരു ചെറിയ ഇഷ്ടം കിടപ്പുണ്ടാവും മായാതെ. ഒരേ കിടപ്പാ മോനെ, നല്ല പനിയുണ്ട്. സാന്ദ്ര, സാന്ദ്ര, തീരെ അവശതയാ. നമുക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയാലോ? അതിന്റെ ആവശ്യമൊന്നുമില്ലമ്മേ. ഒന്നും കഴിക്കാതിരുന്നതുകൊണ്ടും ടെൻഷൻ കൊണ്ടും ഉണ്ടായ തളർച്ച. ആ ടെൻഷൻ ഞാനിപ്പോ മാറ്റിത്തരാം. നല്ല ഒന്നാം തരം ഒരു ഒറ്റമൂലിയും കൊണ്ടാണ് ഞാനിപ്പോ വന്നിരിക്കുന്നത്. ഹലോ, മുറ്റത്ത്
എവിടെയായിരുന്നു നീ ഇതുവരെ? ഈ നിമിഷം വരെ എന്റെ മോളുടെ കാര്യം ഓർത്ത് തീ തന്നെയായിരുന്നു ഈ അമ്മ. സമാധാനായില്ലേ മോളെ? മാമാട്ടിയെ കിട്ടിയ കഥയൊക്കെ പിന്നീട് പറയാം. ആദ്യം അമ്മയും മോളും വയറ് നിറച്ചെന്തെങ്കിലും കഴിക്കും. എന്നിട്ട് മോളെ കിട്ടിയ കാര്യം പോലീസിൽ റിപ്പോർട്ട് ചെയ്യാം. ചൈൽഡ് മിസ്സിങ്ങിന് കേസ് രജിസ്റ്റർ ചെയ്തതാ. അപ്പോ അതിൻ്റെതായ പ്രൊസീജിയേഴ്സ് ഉണ്ടാവും. എന്നാൽ ഞാൻ പോവാ. ഹോസ്പിറ്റലില് പേഷ്യൻസിന്റെ നല്ല തിരക്കാ. മോനെ, എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. നമ്മൾ തമ്മില് നന്ദിയുടെയും കടപ്പാടിന്റെയും ഒന്നും ആവശ്യമില്ല. അങ്കിള് അങ്കിള് പോവണ്ട, മാമാട്ടിക്ക് പേടിയാ. മാമാട്ടിക്ക് അങ്കിളും അമ്മയും വേണം. മാമാട്ടിക്ക് അങ്കിളും അമ്മയും വേണം. അമ്മമ്മ അങ്കിളിനോട് പറ. അമ്മമ്മ പറയ അങ്കിളിനോട് പോവല്ലേന്ന് പറ. പറയമ്മമ്മ. മോനെ, സാന്ദ്രയോട് ഈ വിവാഹം വേണ്ടാന്ന് പറഞ്ഞത് ഞാനാ. ഇപ്പൊ ഞാൻ തന്നെ പറയുന്നു, ഞാൻ പറഞ്ഞത് തെറ്റായി പോയിന്ന്. ഇനി അങ്ങോട്ട് ഈ മാമാട്ടിയെ എന്റെ മോളെ കൊണ്ട് മാത്രം സംരക്ഷിക്കാൻ പറ്റില്ല. ഇനി അവളെ തേടി അവളുടെ രക്ഷിതാക്കൾ വരുമെന്നും എനിക്ക് തോന്നുന്നില്ല. അവളുടെ വിരലിൽ നിന്നും മോനണീച്ച മോതിരം തിരികെ തന്ന അന്ന് മുതൽ ഞാൻ കാണുന്നതാ ഞാൻ ഇവളുടെ വേദന. എന്റെ കുഞ്ഞിനെ ഈ ഒരു അവസ്ഥയിൽ ഇതിനു മുന്നേ ഞാൻ കണ്ടിട്ടേയില്ല. പിന്നെ മോനെ കുറിച്ച് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അത് ഞാൻ വിശ്വസിക്കില്ല. ഈ പിഞ്ചു കുഞ്ഞിനെ അവളുടെ കയ്യിലെത്തിക്കാൻ നീ കാണിച്ച ആത്മാർത്ഥത അതിനേക്കാൾ വലുതായിട്ട് ഒന്നുമില്ല. മാമാട്ടിയുള്ളതുകൊണ്ട് അവളെ സ്വീകരിക്കാൻ വേറൊരാൾ വരുമെന്ന് ഞാൻ കരുതുന്നില്ല. എന്റെ മോളെ മോൻ സ്വീകരിക്കണം. ആരെതിർത്താലും ഈ അമ്മയുണ്ടാവും കൂടെ. സാന്ദ്ര, എല്ലാവരും നിയോഗമെന്ന് കരുതിയാൽ മതി. ദൈവം ചിലത് തീരുമാനിച്ചിട്ടുണ്ട്. ഞാൻ തന്റെ കയ്യിൽ മോതിരം അണിയിച്ചത് ദേവി സന്നിധിയിൽ വെച്ച. ദേവി നമ്മളെ അനുഗ്രഹിച്ചിരുന്നു. ഇനിയും ദേവി ഒരിക്കലും നമ്മളെ പിരിക്കില്ല. അത് ശരിയാ അങ്കിള്, നമ്മളിനി ഒരിക്കലും പിരിയണ്ട. ഉമ്മ ഉമ്മ. ദാ, എന്താ പാർവതി, വീണ്ടും കാര്യങ്ങൾ വഷളായി. എന്താ? സാന്ദ്ര സഞ്ജയനെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. ആ മാമാട്ടിയെ കാണാതായത് മുതൽ സാന്ദ്ര തളർന്ന് കിടപ്പായിരുന്നു. അതിന്റെ ശല്യം ഒഴിഞ്ഞു എന്ന് കരുതിയിരുന്നപ്പോഴാ സഞ്ജയ് അതിനെ തേടി പിടിച്ചോണ്ട് വന്നത്.
സഞ്ജയ് അതിനെയും കൊടുത്ത് പോവാൻ നേരം ആ നശിച്ച കൊച്ച് പോകല്ലേ എന്ന് പറഞ്ഞ് ചാടി പിടിച്ചു. അതോടെ സാന്ദ്രയുടെ മനസ്സ് വലിഞ്ഞു. വസുന്ധര സമ്മതിച്ചോ? പിന്നില്ലാതെ. ഏട്ടത്തി തന്നെയാ അവരോട് പറഞ്ഞത് ഇനി നിങ്ങളുടെ ഇഷ്ടം പോലെ കാര്യങ്ങൾ നടക്കട്ടെ എന്ന്. 2-3 ദിവസങ്ങൾക്കുള്ളിൽ കല്യാണം നടത്തുന്ന തോന്നുന്നേ. നടക്കില്ല. സഞ്ജയ് എന്റെ ഏട്ടന്റെ മകനാ. പാടുപെട്ട് പഠിപ്പിച്ച ഏട്ടന്റെ സമ്മതം ഇല്ലാതെ അവൻ അവളെ വിവാഹം ചെയ്താൽ ഒരു നയ പൈസ പോലും അവന് കിട്ടില്ല. ഹോസ്പിറ്റൽ അടക്കം ഏട്ടന്റെ പേരില. പെരുവഴിയിലാവും രണ്ടും. അതിനുള്ള പണിയൊക്കെ ഈ പത്മിനിക്കറിയാം. നീ വാ. എല്ലാം ഭംഗിയായി. വസുന്ധര എന്നെ വിവാഹത്തിന് പച്ചക്കൊടി കാട്ടി അല്ലേ? അവള് പിന്തിരിഞ്ഞു എന്നറിഞ്ഞപ്പോ എനിക്കുണ്ടായ സന്തോഷവും സമാധാനവും എല്ലാം ഇതോടെ ഇല്ലാതായി. വസുന്ധര ഒരു കാരണവശാലും അവരുടെ അടുപ്പത്തെ പ്രോത്സാഹിപ്പിക്കരുതായിരുന്നു. എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? അവളുടെ സന്തോഷവും സമാധാനമാണല്ലോ എനിക്ക് വലുത്. ഇന്ന് കാണുന്ന ഈ സമാധാനവും സന്തോഷവും ജീവിതകാലം മുഴുവൻ നിലനിൽക്കുമെന്ന് വസുന്ധരയ്ക്ക് തോന്നുന്നുണ്ടോ? അങ്ങ് സഞ്ജയുടെ കാര്യത്തിൽ എന്തോ ഒളിച്ചു വെക്കുന്നുണ്ട്. ഒന്നുകിൽ അക്കാര്യം എന്താന്ന് തുറന്നു പറയുക, അല്ലെങ്കിൽ സഞ്ജയും സാന്ദ്രയും തമ്മിലുള്ള വിവാഹത്തിന് സമ്മതം നൽകുക. ഞാനാണ് തോറ്റത് എല്ലാ അർത്ഥത്തിലും. അവളുടെ വിവാഹത്തെക്കുറിച്ച് എനിക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്നു. അതാണിപ്പോ തകർന്നു വീണത്. സഞ്ജയ്ക്ക് എന്താ കുഴപ്പം? മിടുക്കനായൊരു ഡോക്ടർ, സ്വന്തമായൊരു ഹോസ്പിറ്റൽ. അതാണോ വലിയ കാര്യം? സാന്ദ്രയ്ക്ക് എത്ര ഡോക്ടർമാരെ കിട്ടും? എത്ര IAS IPSകാരെ കിട്ടും? മാമാട്ടി സാന്ദ്രയ്ക്കൊപ്പമുള്ള കാലം സാന്ദ്രയെ വിവാഹം ചെയ്യാൻ എത്ര പേര് തയ്യാറാകും? അങ്ങ് പറഞ്ഞു വിട്ട ആ സയന്റിസ്റ്റിന്റെ ആളുകൾ ദേഷ്യപ്പെട്ടല്ലേ പോയത്? സഞ്ജയ് ആണെങ്കിൽ മാമാട്ടിയെ ഏറെ ഇഷ്ടപ്പെടുന്ന ആളുകൂടിയാ. അതൊക്കെ മാറും. വിവാഹം കഴിഞ്ഞ് കുറച്ചു ദിവസം കഴിയുന്നതോടെ ആ കുട്ടി അവനും പ്രശ്നമായി മാറും. അത് കുടുംബ പ്രശ്നങ്ങളിലേക്ക് വളരും. മാത്രമല്ല, സഞ്ജയന്റെ അച്ഛനും അമ്മയും സഹോദരിയെല്ലാം ദേവുവിനെയാ സപ്പോർട്ട് ചെയ്യുന്നേ. ആ നിലയ്ക്ക് സഞ്ജയന്റെ വീട്ടിൽ സാന്ദ്രയ്ക്ക് സമാധാനം എന്നൊന്നും ഉണ്ടാവില്ല. പപ്പി അവളും തരം കിട്ടുമ്പോഴെല്ലാം ഉപദ്രവിക്കും. അവളുടെ മകളുടെ ഭർത്താവാകേണ്ടിയിരുന്ന ആളെ തട്ടിയെടുത്തവൾ എന്ന കണ്ണിലൂടെ കാണൂ. ഓർക്കുമ്പോ ഭയം തോന്നുക. ഒരു അച്ഛനെന്ന നിലയ്ക്ക് മകളുടെ ദാമ്പത്യ ജീവിതം നന്നായി വരണമെന്ന് ആഗ്രഹിക്കുന്നു. ഇവിടെ ഞാൻ നിസ്സഹായനാണ്. മുമ്പിൽ നിന്ന് കാര്യങ്ങൾ ചെയ്യാനും കഴിയുന്നില്ല. കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താനും നിവൃത്തിയില്ല. ദേവുവിന് വേണ്ടി നിശ്ചയിച്ചിരുന്ന ആളായിരുന്നുകൊണ്ടാണോ അങ്ങ് ഇത്ര വേവലാതിപ്പെടുന്നത്? അറിഞ്ഞിടത്തോളം സാന്ദ്രയെ വിവാഹം ചെയ്യാൻ തീരുമാനം എടുത്തില്ലെങ്കിൽ കൂടി സഞ്ജയ് ദേവുവിനെ സ്വീകരിക്കുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ സംഭവിച്ചാലും എനിക്ക് സന്തോഷമാകുമായിരുന്നു. 2 പെൺമക്കളും നന്നായി വരണമെന്ന ആഗ്രഹം ഏതൊരച്ഛനും അങ്ങനെയല്ലേ ആഗ്രഹിക്കൂ. സഞ്ജയെ പറ്റി നല്ല തെറ്റിദ്ധാരണ അങ്ങേക്കൊണ്ട്. അത് തുറന്നു പറയാൻ തയ്യാറാവുന്നുമില്ല. അവൻ പഠിച്ചതൊക്കെ വിദേശത്തല്ലേ? അവിടെ ഏതൊക്കെ വിധത്തിൽ അവൻ ജീവിച്ചതെന്ന് ആർക്കറിയാം? മാത്രമല്ല, സാന്ദ്ര IASകാരി ആണെങ്കിലും ഒരു പരിഷ്കാരി പെൺകുട്ടിയല്ല. അവൾക്ക് സഞ്ജയുടെ സ്വഭാവവുമായി പൊരുത്തപ്പെട്ടു പോകാൻ പറ്റുമെന്ന എന്റെ ആശങ്ക. അങ്ങ് സംശയിക്കുന്ന പോലെ ഒന്നും സംഭവിക്കില്ല. അങ്ങ് ആഗ്രഹിച്ച പോലെ തന്നെ അവൾ വളർന്നു, പഠിച്ചു മിടുക്കിയായി നല്ല സ്ഥാനത്തും എത്തി. വിവാഹം എന്ന് പറയുന്നത് ഒരു തലവിധിയാണ്. വിധിച്ചതേ നടക്കൂ. അങ്ങ് പറഞ്ഞത് പ്രകാരം അവളെ ഞാൻ പിന്തിരിപ്പിച്ചതായിരുന്നു. പക്ഷെ ആ കാര്യത്തിലേക്ക് തന്നെ വീണ്ടും വന്നു. വരാനുള്ളത് നല്ലതിനായിരിക്കും കരുതി നമുക്ക് ആശ്വസിക്കാം. അല്ലാതെ വേറെ നിവൃത്തിയില്ലല്ലോ. വസുന്ധരയെ മുന്നിൽ നിർത്തിയല്ലേ ഇക്കാലം അത്രയും അവളെ സംരക്ഷിച്ചിരുന്നത്. ചില നേരങ്ങളിൽ ആലോചിക്കും എല്ലാം അങ്ങ് തുറന്നു പറഞ്ഞാലോ എന്ന്. പക്ഷേ പപ്പിയുടെയും ദേവുവിന്റെയും കാര്യം ഓർക്കുമ്പോൾ ഭയമാണ്. അവരേത് വിധത്തിൽ പ്രതികരിക്കുമെന്ന് അറിയില്ല. ഇനിയിപ്പം പറയാനും കഴിയില്ല. പുറത്തറിഞ്ഞാൽ പത്രക്കാർ നിറം പിടിപ്പിച്ച് കഥകൾ മെനയും. അതവളുടെ കരിയറിനെയും ബാധിക്കും. പക്ഷേ
മരിക്കുന്നതിന് മുമ്പ് അവളെ കൊണ്ട് ഞാൻ എന്നെ അച്ഛാന്ന് വിളിപ്പിക്കും.